ഫ്രണ്ട്സേ, അങ്ങനെ 2 ആഴ്ചത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും അംഗം തുടങ്ങുകയാണ്. എൻ്റെ കെട്ടിയോൻ എന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടിട്ട് ദേ പോണു. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയിട്ട് വെക്കേഷൻ എത്ര പെട്ടെന്നാണെന്നോ തീർന്നത്. ഇന്ന് സ്കൂൾ തുറക്കുകയും ജോലിക്ക് പോവുകയും എല്ലാം കൂടെ ആയോണ്ടാണോന്ന് അറിയത്തില്ല, എല്ലാം ലേറ്റായി. സാധാരണ ഞാൻ ഇതിന് മുന്നത്തെ ബസ്സിന് പോകുന്നതാ. ലേറ്റ് ആയതുകൊണ്ടാണോന്ന് അറിയത്തില്ല, റോഡിലൊന്നും വലിയ തിരക്കില്ലായിരുന്നു. ബസ്സിൻ്റെ ആപ്പ് നോക്കിയപ്പം ബസ് 10 മിനിറ്റ് ലേറ്റാണ്. ഈ തണുപ്പും പിടിച്ചിങ്ങനെ ബസ് കാത്തു നിൽക്കുന്നതാ ഏറ്റവും വലിയ പാട്. ദണ്ടേ ദൂരേന്ന് വരുന്നുണ്ട് എനിക്ക് പോകേണ്ട ബസ്. സാധാരണ ഞാൻ പോകുന്ന ബസ്സിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. അത് 8 മണിക്ക് മുമ്പുള്ള ബസ്സാണേ. ജോലിക്ക് പോകുന്നവരൊക്കെ ആ ബസ്സിനായിരുന്നു പോകുന്നത്. ഇന്ന് ഞാൻ കയറിയ ബസ്സിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നല്ല സുഖമായിരുന്നു. 4 പേരുള്ള സീറ്റിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇരുന്നത്. നാട്ടിലായിരിക്കുമ്പോൾ അവിടുത്തെ ബസ്സിലൊക്കെ കയറിയ എന്നാ തിരക്കാ. ആൾക്കാരെയൊക്കെ കുത്തി നിറച്ചല്ലേ പോകുന്നത്. ഇവിടുത്തെ സിറ്റി ബസ്സിലൊക്കെ കയറിയാൽ പലപ്പോഴും നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ബസ് സ്റ്റോപ്പിൽ എത്തി കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ എൻ്റെ ഓഫീസിലേക്ക്. ഇന്നെന്താണെന്ന് അറിയത്തില്ല, ഞാൻ ലേറ്റ് ആയതുകൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ റോഡിലൊന്നും തീരെ തിരക്ക് കാണുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഔസ്ലാൻഡേഴ്സ് ആംറ്റ്, നമ്മുടെ നാട്ടിലെ മുനിസിപ്പാലിറ്റി ഓഫീസ് പോലെ. ഞങ്ങളുടെ പാസ്പോർട്ടിൻ്റെയും വിസയുടെയും ഒക്കെ ആവശ്യത്തിന് ഞങ്ങൾ ഇവിടെയാണ് വരുന്നത്. പുതിയ കാറൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഈ ഓഫീസിൽ വന്നാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ദേ ഈ കടയിൽ വന്നിട്ടാണ് പ്രിൻ്റ് ചെയ്ത് വാങ്ങിക്കേണ്ടത്. ഈ ഔസ്ലാൻഡേഴ്സ് ആംറ്റിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ്. അങ്ങനെ നടന്ന് ഞാൻ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവധിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഇനി എന്തെല്ലാമാണോ അവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. സമയം ഇപ്പോൾ ഏകദേശം 9 മണിയാവുന്നു. എന്നാൽ ഞാൻ ഇനി ഓഫീസിലോട്ട് കയറട്ടെ. നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.